കൊച്ചിയിൽ കഞ്ചാവിന്റെ ഗുണനിലവാരത്തെ ചൊല്ലി തർക്കം. സംഭവത്തിൽ ലഹരി മാഫിയ സംഘത്തിലെ 4 പേർ അറസ്റ്റിലായി. തർക്കം ന്യൂ ഇയർ ആഘോഷം ലക്ഷ്യമിട്ട് വാങ്ങിയ കഞ്ചാവിന്റെ പേരിലാണ്. രാഗിൻ വിവരങ്ങളുമായുണ്ട്. രാഗിൻ, എപ്പോഴാണ് ഈ തർക്കമൊക്കെ അരങ്ങേറിയത്? എവിടെ വെച്ച് എങ്ങനെയായിരുന്നു സംഭവം? പ്രതികൾ പിടിയിലായത് എങ്ങനെ? ലഹരി മാഫിയയിൽപ്പെട്ട 4 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അനസ്, അബൂ താഹിർ, ഇവർ രണ്ടുപേരും മണ്ണാർക്കാട് സ്വദേശികളാണ്. ഇതോടൊപ്പം തന്നെ രാഹുൽ, അതുൽ ദേവ്, ഈ 2 പേർ കാർത്തികപ്പള്ളി സ്വദേശികളാണ്. ഈ സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ മറ്റ് 3 പേർ, അതായത് ഈ അബൂ താഹിർ, അനസ്, അതോടൊപ്പം തന്നെ രാഹുൽ, മറ്റൊരാൾ, ഈ 3 പേർ അതുൽ ദേവ് എന്ന് പറയുന്ന ആൾക്ക് 2 കിലോ കഞ്ചാവ് നൽകുന്നു. ഈ 2 കിലോ കഞ്ചാവിനെ ഗുണനിലവാരത്തെ ചൊല്ലി ഇവർ തമ്മിൽ തർക്കമുണ്ടായി. വിറ്റ കഞ്ചാവ് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഇത് ഇവർ തിരിച്ചു വാങ്ങി, ഈ കൊടുത്തവർ തന്നെ അത് തിരിച്ചു വാങ്ങി. പക്ഷേ എന്നിട്ടും ഈ സാമ്പത്തിക കാര്യങ്ങളിൽ തർക്കം തുടരുകയായിരുന്നു. അതിനിടെ ഇവർ തമ്മിൽ കണ്ടുമുട്ടി, കോന്തുരുത്തിയിൽ വെച്ച് കണ്ടുമുട്ടി. അവിടെ തമ്മിലടിയായി. ഈ ഘട്ടത്തിലാണ് നാട്ടുകാർ കൂടുകയും പോലീസ് അവിടെ എത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ പരിശോധിച്ചപ്പോൾ ഇവരുടെ ഇന്ന് MDMA പിടിച്ചു. അതിനുശേഷമാണ് ഈ സംഭവത്തിന്റെ കാര്യങ്ങൾ വെളിവാകുന്നത്. അങ്ങനെ ഇവർ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. ഇവരുടെ വാഹനം സീസ് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇവർ കഞ്ചാവ് എത്തിക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്തത്. വിൽപ്പന നടത്തിയപ്പോൾ ഇതിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് ഇരു വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. ആ തർക്കം അടിയിൽ കലാശിച്ചു. അവിടെ പോലീസ് എത്തി. അപ്പോൾ ഇവരെ പിടികൂടിയപ്പോഴാണ് ഇത്രയധികം വ്യാപ്തി ഈ സംഭവത്തിനുണ്ടെന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഇനി ഈ കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. അയാൾക്കായി പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.